തുടക്കത്തിലെ ആവേശമൊക്കെ ഇങ്ങനെ ചോർന്ന് വരികയാണ്. തുടക്കത്തിൽ പള്ളികളിൽ കുറേ സഫുകളുള്ളത് 10 ദിവസം കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞു വന്നു. ആദ്യം ഒരു ഖത്മെങ്കിലും റമദാനിൽ തീർക്കണമെന്ന് കരുതിയവൻ ദിവസവും ഒരു ജുസ് ഓതിയിരുന്നത് പിന്നെ അത് അര ജുസും 1/4 ജുസും, ചില ആളുകൾ തീരെ ഓതാത്ത അവസ്ഥയിലേക്ക് വരെ മാറി. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ലെഫ്റ്റ് അടിച്ചു പോകുന്ന, ഒരു പിന്നോട്ടടിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ അത് വൻ പരാജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടിയ ഒരു സംഭവമാണ്. ഒരു കാര്യത്തിൽ മുന്നേറ്റമുണ്ടായിട്ട് പിന്നെ അത് ഒന്നും അല്ലാത്ത നിലക്ക് പിറകോട്ടടിച്ചു പോകുന്ന അവസ്ഥ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹൗരി ബഅദൽ കൗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിരുന്നു, പടച്ചവനെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയി വളരെ ഉഷാറായി പിന്നെ ഒന്നുമല്ലാത്ത നിലക്ക് പിന്നോട്ടടിച്ചു പോവാ. ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ച ഈ ഹദീസ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നസായിയുടെ ശറഹിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ? അർറുജൂഉ മിനൽ ഇസ്തിഖാമ വസിയാദതി ഇലൻ നുഖ്സാൻ. നേരായ നിലയിൽ ഉണ്ടായിട്ട് അതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പിന്നീട് പിന്നോട്ട് വന്നു. ഇബാദത്തുകളും മറ്റൊക്കെ ഇങ്ങനെ നല്ലോണം ഉണ്ടായിരുന്നു, വർധനവുണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു വന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് ജീവിതത്തിൽ നീ നൽകരുതേ പടച്ചവനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവനോട് കാവൽ തേടണമെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക്. പഴമക്കാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്തായിരുന്നു അവരുടെ ഇബാദത്തുകളോടുള്ളൊരു ആവേശം. മഹാനായ സുവൈദ് ഇബ്നു ഗഫല റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രത്തിൽ കാണാം. മഹാനായ മുസന്നഫ് ഇബ്നു അബി ശൈബ രേഖപ്പെടുത്തുന്നുണ്ട്, സുവൈദ് ഇബ്നു ഗഫല റളിയല്ലാഹു അൻഹു പള്ളിയിൽ ആളുകൾക്ക് ഇമാമ് നിന്നിരുന്നു തറാവീഹ് നിസ്കാരത്തിന്. കാന യഉമ്മുനാ ഫയഖൂമു ബിനാ ഫീ ശഹ്രി റമളാൻ. റമളാൻ മാസത്തിൽ സുവൈദ് ഇബ്നു ഗഫല റളിയല്ലാഹു അൻഹു താബീങ്ങളിലെ പ്രധാനിയ മഹാനവറുകൾ ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിരുന്നു. എത്രയാ വയസ്സ്? വഹുവ ഇബ്നു 20 വ 100 സന. 120 വയസ്സിൽ 20 വയസ്സുള്ള ചെറുപ്പക്കാരന് ഇമാമ് നിൽക്കേണ്ട പള്ളിയിൽ 20 റക്അത്ത് തറാവീഹിന് ഇമാമിന്റെ ബേക്കിൽ സ്വിച്ചിട്ടാൽ മുന്നോട്ടോടുന്ന വണ്ടി പോലെ ഒന്നും ഓടാൻ കിട്ടുന്നില്ല. ആ സമയത്ത് മഹാനായ സുവൈദ് ഇബ്നു ഗഫല റളിയല്ലാഹു അൻഹു 120 വയസ്സിൽ പള്ളിയിൽ ഇമാമായിട്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്നു. ബേക്കിൽ കൂടിയിട്ട് കസാലയിൽ ഇരുന്നിട്ട് നിസ്കരിച്ച വിഷയമല്ല പറയുന്നത്. 120 വയസ്സിൽ ഇമാമായി പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ അവർക്ക് ഇബാദത്തിന് എവിടുന്നായി ഇത്ര ആവേശം കിട്ടിയത്? നമുക്കെന്തുകൊണ്ട് ആവേശം ചോർന്നുപോയി? അത് നമ്മുടെ കുഴപ്പം. ഭക്ഷണം അമിതമായി എന്നത് ഇബാദത്തുകൾക്ക് വലിയ മുടക്കാണ്. അതുകൊണ്ട് തന്നെ റമളാൻ നോമ്പിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട്, യതഅക്കദു അയ്ളൻ അൻ യതജന്നബ അശ്ശിബഅ അൽ മുഫ്രിത്ത്. അമിതമായിട്ട് റമളാൻ മാസത്തിൽ വയറ് നിറക്കാതിരിക്കുന്നത് ശക്തമായ സുന്നത്താണ്. വെറും സുന്നത്തല്ല, ശക്തമായ സുന്നത്താണ്. വയറ് നിറക്കണം, പക്ഷേ ഓവറായി പോകാൻ പാടില്ല. ഓവറായാൽ ഇബാദത്തുകൾക്ക് നല്ലോണം ക്ഷീണം ബാധിക്കും. പിന്നെ നമ്മൾ വയറ് നിറക്കണ്ടെന്ന് കരുതിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഫുഡ് അങ്ങനെയാണല്ല. എല്ലാ ജാതിയിൽ നിന്നും ഓരോന്നെടുത്ത് തിന്നാൽ തന്നെ വയറ് നിറയാൻ മാത്രമുണ്ട്. ചില ഫുഡെല്ലാം നമുക്ക് ഫർള് ഐനായി പോയി. ഒരു ജ്യൂസ് ഫർള് ഐനാണ്. അതോടൊപ്പം ചൂടുള്ള എന്തെങ്കിലും ഒരു മധുരത്തിൻ്റെ സാധനം അതും ഫർള് ഐനാണ്. പിന്നെ എല്ലാ ജാതിയും ഫ്രൂട്ട്സ് കുറച്ച് ഫർള് ഐനാണ്. പിന്നെ പൊരിക്കടികൾ ഫർള് ഐനാണ്. ഇതെല്ലാം കൂടി തിന്നണ്ടല്ല. ഇതിൽ നിന്ന് ഓരോന്നെണ്ണം തിന്നാൽ തന്നെ വേറെ നിറയാൻ മാത്രമുണ്ടല്ലോ. പെണ്ണുങ്ങന്മാർക്ക് വീട്ടിൽ ഓരോ ദിവസവും വെവ്വേറെ ഫുഡുകൾ ഉണ്ടാക്കണം റമളാനെ പ്രമാണിച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ അമിതമായി തിന്നാൻ തുടങ്ങിയപ്പോൾ ഇബാദത്തുകൾക്ക് വലിയ ക്ഷീണം പറ്റിപ്പോയി. അതാണ് നമ്മളും പഴമക്കാരും തമ്മിലുള്ള വ്യത്യാസം. അല്ലേ പിന്നെ തിന്നാലും ഇബാദത്ത് എടുക്കും എന്നുള്ളൊരു അസ്മ നമുക്ക് വേണം. തിന്നണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? എന്തായാലും തിന്നുന്നതിനെ പറ്റി വയൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വയൽ പറയുന്നത് ഞാനിങ്ങനെ തിന്നുമല്ലോ, പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ട. പിന്നെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ തിന്നാലും ഇബാദത്ത് എടുക്കുന്ന അസ്മു ചെയ്യാം. സുഫ്യാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുന്നുണ്ട്. മഹാനായ ദഹബി ഇമാം സിയറിൽ പറയുന്നുണ്ട് എന്നാ എൻ്റെ ഓർമ്മ. അൽ ജർഹു വത്തഅദീൽ ലി ഇബ്നി അബി ഹാത്തിം
ഇബ്നു അബി ഹാത്തിം തങ്ങളുടെ അൽ ജർഹു വത്തഅദീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സുഫ്യാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുന്നുണ്ട്. മഹാനവറുകളെ മക്കക്കാരിൽപ്പെട്ട ആരോ വിരുന്നിന് വിളിച്ചു. അങ്ങനെ പോയി നല്ല ഭക്ഷണം കൊടുത്തു, നിറച്ചും തിന്നു. ഫഅകല അകലൻ ജയ്യിദൻ, നല്ലോണം തിന്നു. അത് കഴിഞ്ഞിട്ട് ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തു, അതും ശരിക്കും തിന്നു. പിന്നെ കുറച്ച് പഴം കൊണ്ടുപോയി കൊടുത്തു, അതും നല്ലോണം തിന്നു. ഇതെല്ലാം തിന്നു കഴിഞ്ഞതിന് ശേഷം തീന്മേശയിൽ നിന്ന് എഴുന്നേറ്റു. മഹാനവറുകൾ അരക്ക് നല്ല ഒരു കെട്ട് കെട്ടി, മുറുക്കി ഒരു കെട്ട്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇന്നൽ ഹിമാറ ഇദാ സീദ ഫീ അലഫിഹി സീദ ഫീ അമലിഹി. കൈതയെ പോറ്റുന്ന ഉടമസ്ഥൻ കൈതക്ക് നല്ലോണം തിന്നാൻ കൊടുത്താൽ കൂടുതൽ പണിയെടുക്കുന്ന, അതുപോലെ ഈ തിന്നാനൊക്കെ തന്നത് എൻ്റെ റബ്ബല്ലേ എനിക്ക്, അതുകൊണ്ട് പടച്ചോന് വേണ്ടി ഞാൻ ശരിക്കും പണിയെടുക്കട്ടെ എന്നും കരുതി മഹാനവറുകൾ ഇബാദത്തിന് അങ്ങിരുന്നു. രാത്രി തുടങ്ങിയ ഇബാദത്ത് പ്രഭാതം വരെ തുടർന്നു എന്നാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നിങ്ങൾ അങ്ങനെ അസ്മി ചെയ്താൽ മതി. നോമ്പ് തുറക്കുമ്പോൾ നല്ലോണം തിന്നാലും അത് തറാവീഹിന് ഒരു മുടക്കം പറ്റാൻ പാടില്ല, ഖിയാമുൽ ലൈലിക്ക് മുടക്കം പറ്റാൻ പാടില്ല, നമ്മളെ ഖുർആനോത്തിനതൊരു മുടക്കാവാൻ പാടില്ല എന്ന് അസ്മു ചെയ്യുക. അതന്നതിന് പരിഹാരം. നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത് എന്തിനാ? നോമ്പിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ പടച്ചവൻ കേൾക്കുന്നത് കൂടുതൽ അനുസരിക്കുന്നവരാവാനാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതല്ലേ, അള്ളാഹു പറയുന്നതിനെ അനുസരിക്കാനുള്ള മനസ്സ്, അതാണ് തഖ്വ. അതുണ്ടെങ്കിലേ മനുഷ്യൻ മനുഷ്യനാവുന്നുള്ളൂ. തഖ്വ ഇല്ലാത്തവനെ പറ്റി മനുഷ്യൻ എന്ന് തന്നെ പറയാൻ പറ്റൂല എന്നാ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറഞ്ഞത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. അത് സൂറത്തുൽ ബഖറിന്റെ തുടക്കത്തിൽ പറഞ്ഞതാ. റമളാൻ മാസത്തെ പറ്റി കുറച്ചപ്പുറത്ത് പറയുമ്പം പറഞ്ഞു, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. പരിശുദ്ധ റമളാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആൻ എല്ലാ മനുഷ്യർക്കും വഴികാട്ടിയാണ്. എന്തുകൊണ്ടാ ഒരു സ്ഥലത്ത് ഹുദല്ലിൽ മുത്തഖീന്നും മറ്റേ സ്ഥലത്ത് ഹുദല്ലിൻ നാസു എന്നും പറഞ്ഞത്? അവിടെ റാസി ഇമാം രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയാ, രണ്ടിടത്തും പറഞ്ഞത് ഒരേ ടീമിനെ പറ്റി തന്നെയാണ്, രണ്ടിടത്തും പറഞ്ഞത് മുത്തഖീങ്ങളെ പറ്റി തന്നെയാ. പക്ഷേ ഒരു സ്ഥലത്ത് ഹുദല്ലിൻ നാസ് എന്ന് പറയേണ്ടി വന്നത് മനുഷ്യർ എന്ന പരിഗണന ആർക്കേ ഉള്ളൂ? തഖ്വയുള്ളവർക്കേ ഉള്ളൂ. അല്ലാത്ത ജാതിയെ പറ്റി മനുഷ്യർ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഹുദല്ലിൻ നാസ് എന്ന് പറഞ്ഞാലും ഹുദല്ലിൽ മുത്തഖീ എന്ന് പറഞ്ഞാലും തഖ്വയുള്ളവർക്കാണ് പരിശുദ്ധ ഖുർആൻ വഴികാട്ടി. അവർക്കേ മനുഷ്യർ എന്ന പരിഗണന കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അപ്പുറത്ത് ഹുദല്ലിൻ നാസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഫമല്ലാ യകൂനു മുത്തഖിയൻ ഫകഅന്നഹു ലൈസ ബിഇൻസാൻ. തഖ്വല്ലാത്തവനിക്ക് മനുഷ്യൻ എന്ന പരിഗണന കൊടുക്കാൻ പറ്റൂല. അല്ലേലും ഈ പടച്ചോനില്ല, പടച്ചോനെ അനുസരിക്കൂല, ഞാൻ സ്വതന്ത്രവാദിയായി യുക്തിവാദിയായി ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരാള് മനുഷ്യനേക്കാളും നെറികെട്ടോനായി എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദികളുടെ നേതാവ് തെരിവത്ത് ഹുസൈൻ എന്ന് പറയുന്ന ഒരു പഹയന്റെ ഉമ്മ മരിച്ചുപോയി. ഉമ്മ മുസ്ലിമായിരുന്നു. ഓനിങ്ങനെ യുക്തിവാദി ആയതുകൊണ്ട് ഉമ്മ ഓനെ എന്താക്കിയതാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അപ്പൊ ഈ ഉമ്മ മരിച്ചപ്പോ ഓന് ഉമ്മയെ കളിയാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക. സ്വന്തം മരിച്ചുപോയ ഉമ്മാനെ കളിയാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക. നിങ്ങൾ ആലോചിച്ചു നോക്കി, പലപ്പോഴും നമ്മൾ വേറെ ചില വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ കാണലുണ്ട്. ചത്ത തള്ള പിന്നെ ആനയുടെ മുന്നിൽ വെച്ച് പിന്നെ കുഞ്ഞാന കരയുന്ന വീഡിയോ നമ്മൾ കാണലില്ലേ? അല്ലെങ്കിൽ തള്ളനായി ചത്തപ്പോ കുഞ്ഞായ നായി അതിൻ്റെ അടുത്ത് നിന്നിട്ട് പോവാതെ കരയുന്ന ചില വീഡിയോസുകളൊക്കെ നമ്മൾ കാണലില്ലേ? അപ്പൊ നായിക്കും ഒരു ആനക്ക് വരെ ഉമ്മ ചത്താൽ ഒരു കൃപയും കാരുണ്യവും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യനെന്ന പേരും വെച്ച് നടക്കുന്ന ഈ ജാതിക്ക് എന്തില്ല? ഉമ്മ മരിച്ചപ്പോൾ കളിയാക്കാൻ മനസ്സ് വന്നു എന്ന് പറഞ്ഞാൽ ഒരു നായിന്റെ ബുദ്ധി പോലും ഇല്ല എന്ന് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരാൾ യുക്തിവാദിയായി നിരീശ്വരവാദിയായി പടച്ചവനില്ല, പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്ക് ഞാൻ വഴിപ്പെടില്ല എന്ന ചിന്തയിലേക്ക് മാറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൻ നായിയേക്കാളും മതബദ്ധിച്ചു എന്നാ. അതാണ് റാസിമാൻ പറഞ്ഞത്. അല്ലല്ല എന്ന് ഒരാൾ പറയുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനെയല്ല. അപ്പൊ തഖ്വയാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദ. എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രം അത് അള്ളാഹു പറഞ്ഞത് കേൾക്കുക എന്നിടത്താണ്. അപ്പൊ റമളാൻ മാസത്തിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യനിക്ക് തഖ്വ ഉണ്ടാവലാണ്. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ഹാഷിയത്തുൽ ജമൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. നോമ്പ് ഷറാക്കിയപ്പോ ഒരു 7 ഹിക്മത്തുകൾ നോമ്പ് ഷറാക്കിയതിന്റെ പിന്നിലുണ്ട് എന്നാ ഹാഷിയത്തുൽ ജമൽ പറഞ്ഞത്. ഒന്ന്, ജവ്വിഉ അൻഫുസക്കും, നിങ്ങളെ ശരീരങ്ങളെ പട്ടിണിക്കിടൂ. അസംബസരിതങ്ങളെ വാക്കാണത്.
നിങ്ങൾ ശരീരങ്ങളെ പട്ടിണിക്കിടൂ. പട്ടിണി കിട്ടാനുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസിലെ സദ്യ കഴിക്കാം. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ഏറ്റവും മുന്തിയ സ്വർഗ. ആ സ്വർഗത്തിൽ ഒരു വലീമത്ത്, ഒരു സദ്യ നോമ്പുകാർക്കല്ല തയ്യാറാക്കി വെക്കുന്ന. അപ്പൊ ആ സ്വർഗത്തിലെ സദ്യ കഴിക്കാനാണ് നിങ്ങളെ വിശപ്പ് സഹിക്കേണ്ടത്, പട്ടിണി കിടക്കേണ്ടത്. അപ്പോൾ സ്വർഗത്തിലെ സദ്യ കഴിക്കുക എന്നുള്ളത് നോമ്പ് ഷറാക്കിയതിന്റെ പിന്നിലുള്ള ഒരു ഹിക്മത്താണ്. ആ കൂട്ടത്തിൽ ആശയത്തുൽ ജമൽ പറയുന്നുണ്ട്, നോമ്പിന്റെ വേറൊരു ഹിക്മത്ത് മനുഷ്യനെ പൂർണ്ണമായി മാറ്റിയെടുക്കുക, നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ? ഇപ്പൊ ഏതൊരു ഇരുമ്പായിരിക്കുമ്പോൾ വളയൂല, പക്ഷേ ആ ഇരുമ്പിനെ നിങ്ങൾ തീ കൊണ്ട് ചൂടാക്കിയാൽ അത് ഏത് ഭാഗത്തേക്കും വളയും. അതുപോലെയാണ് മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പ് എന്ന ചൂട് കൊണ്ട് ചൂടാക്കുക. നമ്മൾ ഈ പൈക്കുന്നതിനെ പറ്റി അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയല്, പൈച്ചിട്ട് എൻ്റെ കുടൽ കത്തുന്നാ പറയാ. അപ്പൊ വിശന്നാൽ മനുഷ്യന്റെ ആമാശയം കത്തും. വിശപ്പ് എന്നത് ശരിക്കും ഒരു അഗ്നിയാണ്, ഒരു ചൂടാണ്. ആ ചൂട് കൊണ്ട് മനുഷ്യനെ അല്ലാഹു തആല വളക്കാൻ നോക്കാം. ഏത് വളയാത്തോനെയും ഏത് ഫർള് നിസ്കരിക്കാത്തോനും കണ്ടില്ല, റമദാൻ ആവുമ്പോഴത്തേക്കും ആദ്യമെങ്കിലും തറാവീഹിന് വരുന്നുണ്ടല്ല. അപ്പോൾ ഫർള് നിസ്കാരം മുടക്കിയോനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ ഇങ്ങനെ ആവേശം കിട്ടിയത് എവിടുന്ന? അത് പടച്ചും പിടിച്ചിട്ട് അവനെ വളച്ചതാണ്. അപ്പോ വിശപ്പ് എന്ന് പറയുന്ന ആ അഗ്നി കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുള്ളവനാക്കി മാറ്റുകയാണ്. അപ്പൊ ആ മനസ്സ് നമ്മൾ കൂടുതൽ കൊണ്ടു നടക്കണം. അത് തുടക്കം മാത്രമായി അവസാനിക്കാൻ പാടില്ല. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തഖ്വ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആഴ്ചയിലും തഖ്വ മറന്നു പോകാതിരിക്കാനാണ് ഖുതുബയിൽ തഖ്വ എന്ന ഫർദ് കർശനമായി നിർബന്ധമായും നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഫത്ഹുൽ മുഈൻ പറഞ്ഞത് തന്നെ ലിഅന്നഹൽ മഖ്സൂദു ബിൽ ഖുതുബ. ഖുതുബയുടെ പ്രധാന ലക്ഷ്യം തന്നെ ഓരോ ആഴ്ചയിലും മനുഷ്യരോട് നിങ്ങൾ തഖ്വയുള്ളവരാകണം, പടച്ച റബ്ബ് പറഞ്ഞത് അനുസരിക്കുന്നവരായി മാറണം എന്ന ചിന്ത ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ ആ ചിന്തയാണ് നമുക്കൊക്കെ വേണ്ടത്. പിന്നെ ഇബാദത്തുകളിൽ ഒരു ലദ്ദത്തുള്ള, ഒരു ആനന്ദമുള്ള സംഗതിയായി മാറണം. ഇതൊരു ഭാരമായി മാറാൻ പാടില്ല. ഇബാദത്തുകൾ ഒരു ലദ്ദത്തായി മാറിക്കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിൽ മാത്രം ആവേശം, പിന്നെ ആവേശം ചോർന്നു പോകുന്ന അവസ്ഥ ഇതുണ്ടാവൂല എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞത് സിയറിൽ കാണാം. മഹാനവർകൾ പറയുന്നുണ്ട്, ഞാൻ ഒരു 50 കൊല്ലക്കാലം ഇബാദത്തെടുത്തു, പക്ഷേ ഇബാദത്തെടുത്തിട്ടൊന്നും എനിക്ക് ഇബാദത്തിൻ്റെ ഒരു ലദ്ദത്ത് കിട്ടിയില്ല. ഹത്താ തറക്തു സലാസത അഷ്യാ, 3 കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോഴാണ് ജീവിതത്തിൽ എനിക്ക് ഇബാദത്തുകൾ ഒരു ആവേശമായി, ഒരു ആനന്ദമായി, ഒരു ലദ്ദത്തായി മാറിയത്. എന്താ ഞാൻ ഒഴിവാക്കിയത്? തറക്തു റിളന്നാസ്, മനുഷ്യരെ തൃപ്തിപ്പെടുത്തുക, മനുഷ്യരെ സന്തോഷിപ്പിക്കുക, അത് ഞാൻ പൂർണ്ണമായും വിട്ടു. അങ്ങനെ വിട്ടപ്പോൾ ഹത്താ ഖദർതു അൻ നതകല്ലമ ബിൽ ഹഖ്, ആരുടെ മുന്നിലും സത്യം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടി. മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സത്യം പറയാനും സത്യം പ്രവർത്തിക്കാനും മടികാട്ടുന്നത്. ഇപ്പൊ പല ചെറുപ്പക്കാർക്കും ചിലപ്പോൾ തറാവീഹിനെല്ലാം നല്ല നിസ്കരിക്കണമെന്നും ഖുർആനൊക്കെ ഓതിയിട്ട് പള്ളിയിൽ കൂടുന്നൊക്കെ ഉണ്ട്. പക്ഷേ റമദാൻ മാസത്തിൽ മാത്രം ഞാനിങ്ങനെ സുദറായാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയും, എന്നെ ഒരു 110 സൂഫി ആക്കിയാല? അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. ഒരാള് റമദാൻ മാസം ഒരേ പള്ളിയുടെ ഭാഗത്ത് വരാത്തവന് റമദാൻ ഒരു തൊപ്പിയും വെച്ച് കയ്യിലൊരു തസ്ബീഹ് മാല പിടിച്ചിട്ട് പള്ളിയിൽ വന്നിട്ട് നന്നാവാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ കുറേ സ്ഥിരം പള്ളിയിൽ വരുന്ന കുറേ വയസ്സായ ആളുകൾ ഉണ്ടാവും. ഓനെങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അതും ഇതും പറഞ്ഞ് ചൊറിയുന്നു. ഇപ്പം മാത്രമുണ്ട് തസ്ബീഹ് മാല പിടിച്ചിട്ട് തൊപ്പിയെല്ലാം വെച്ചിട്ട് ഇറങ്ങീന്, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ ആര് നിന്നെ കുറ്റപ്പെടുത്തിയാലും മനുഷ്യൻ തൃപ്തിപ്പെടുന്നത് നീ വിഷയമേ ആക്കണ്ട. മനുഷ്യന്റെ തൃപ്തി വിട്ടേക്ക്, മനുഷ്യന്റെ സന്തോഷം വിട്ടേക്ക്, പടച്ചവന്റെ തൃപ്തി കരുത്. അപ്പം നിനക്ക് സത്യം പറയാനും പറ്റും, സത്യം പ്രവർത്തിക്കാനും പറ്റും. രണ്ടാമത്തേത് തറക്തു സുഹബത്തൽ ഫാസിഖീൻ, തെമ്മാടികളായ ആളുകളുടെ കൂട്ടുകെട്ട് ഞാൻ ഒഴിവാക്കി. ഹത്താ വജത്തു സുഹബത്ത സ്വാലിഹീൻ, അപ്പോഴാണ് സ്വാലിഹീങ്ങളായ മനുഷ്യർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട്, അവരോടൊപ്പം കൂടാനുള്ള അവസരം എനിക്കുണ്ടായത്. ഇപ്പൊ തറാവീനും മറ്റൊക്കെ വരുമ്പോൾ ചങ്ങായിമാർ പറയും, വേണ്ട ഇന്ന് അവിടെ നല്ല ഇത് നടക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്, അവിടെ പോവാന്നൊക്കെ പറയും. അപ്പൊ അതിൽ നിന്ന് വിട്ടിട്ട് നിനക്ക് സ്വാലിഹീങ്ങളോടുകൂടെ തറാവീയിൽ പങ്കെടുക്കണോ? ആ തെമ്മാടികളെ കൂട്ടുകെട്ട് നീ ഉപേക്ഷിക്കണം. മൂന്നാമത്തേത് തറക്തു ഹലാവത്ത ദുനിയ ഫവജത്തു ഹലാവത്തൽ ആഖിറ,
ദുനിയാവിന്റെ മധുരം നമ്മൾ ഒഴിവാക്കണം. ദുനിയാവിൽ മധുരമുള്ള പലതുമുണ്ട്, പക്ഷേ ആ മധുരത്തിലൊന്നും നമ്മൾ ലയിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ദുനിയാവിന്റെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ആഖിറത്തിന്റെയും ഇബാദത്തിന്റെയും ടേസ്റ്റ് കിട്ടുക. ഇങ്ങനെ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തപ്പോഴാണ് എനിക്ക് ഇബാദത്തൊരു ഹരമായി മാറിയത്. അപ്പം അതുകൊണ്ട് ഇബാദത്തുകളിൽ ഹരം കൂട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും കഠിനാധ്വാനം ചെയ്യണം. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അൽ മുദ്ഹിഷ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിന്റെ പേരിന്റെ അർത്ഥം തന്നെ ഞെട്ടിപ്പിക്കുക. മനുഷ്യ മനസ്സുകളെ ഉണർത്തുക. ഇപ്പൊ ഈ കേരളത്തിലെല്ലാം ഞെട്ടിപ്പിക്കൽ ബിരിയാണി ഒരു സാധാരണ ട്രെൻഡ് ആയിരുന്നല്ലോ. ഒരു ബിരിയാണി കൊണ്ടുപോയി വെച്ചോന്റെ പകരം ഞെട്ടിപ്പിക്കലും കൂടി. അതേമാതിരി മുഅ്മിനീങ്ങളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി മഹാനവറുകൾ എത്രയോ വർഷം മുമ്പ് ഒരു ഗ്രന്ഥമുണ്ടാക്കി അൽ മുദ്ഹിഷ്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, എടോ മനുഷ്യ, അലാ യഅ്തബിറു അൽ മുഖീമു ബിമൻ റഹൽ, നിനക്കേ മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്, അവരെ ഓർത്തിട്ട് നിനക്കൊന്ന് പാഠം ഉൾക്കൊണ്ട് നന്നായിക്കൂടെ മനുഷ്യ? കഴിഞ്ഞ റമളാൻ മാസത്തിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഈ റമളാനിന് അവർ നിന്റെ കൂടെയില്ല, അവർ നിനക്ക് മുമ്പേ യാത്ര പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. റമളാന് തൊട്ടടുത്ത തലേ ദിവസം എൻ്റെ ഭാര്യയുടെ മൂത്താപ്പ നല്ല ഒരു മനുഷ്യനായിരുന്നു, മരിച്ചുപോയി. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അങ്ങനെ എത്രയോ ആളുകൾ കഴിഞ്ഞ റമളാന് നമ്മളോട് കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർ നമ്മെ വിട്ട് യാത്ര പറഞ്ഞു പോയി. ആ യാത്ര പറഞ്ഞു പോയ ആളുകളെ ഓർത്തിട്ട് നിനക്കൊന്ന് പാഠം പഠിച്ചൂടെ മനുഷ്യ? അടുത്ത റമളാനിന് മുമ്പായി നീയും യാത്ര പോയാൽ ഇനി ഒരു റമളാനും കൂടി നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്ന് നിനക്ക് ചിന്തിച്ചുകൂടെ മനുഷ്യ? മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവസരങ്ങൾ ഒരുപാട് ലഭിച്ച് ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി മടിയനായിട്ട് നിന്റെ ആയുസ് കളഞ്ഞതിൽ ഖേദമില്ലേ മനുഷ്യ? അലാ യന്തമു, മനുഷ്യൻ ഖേദിക്കുന്നില്ലേ അവന്റെ മടിയുടെ ആഖിബത്ത്, അതിന്റെ ദൂഷ്യഫലങ്ങൾ ചിന്തിച്ചിട്ട് അവനിക്ക് ഖേദിച്ചൂടെ? മടി കാരണം നമുക്ക് ഇബാദത്തുകൾ നഷ്ടപ്പെട്ട അതിനെ കൊണ്ടുണ്ടാവുന്ന ഖേദം ചെറുതല്ല, വലിയ ഖേദമാണ്. അപ്പൊ മടി കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നഷ്ടം വരുന്നതിനെ പറ്റി ആലോചിച്ച് ഖേദിച്ച് നിനക്ക് നന്നായിക്കൂടെ മനുഷ്യ? നീ ചിന്തിക്കുന്നത് നിന്റെ ആയുസ് കൂടുന്തോറും നീ ഓരോ വർഷവും ആയുസ് ഇങ്ങനെ ഓരോന്ന് കളഞ്ഞു പോകുമ്പോൾ നീ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കല്ലേ? ബുദ്ധി ഉണ്ടെങ്കിൽ നീ ചിന്തിക്കേണ്ടത് എന്താ? നിന്റെ ആയുസ് ഇങ്ങനെ കൂടുന്തോറും നിന്റെ ദുനിയാവിലെ ജീവിതം ചുരുങ്ങി 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 വരുന്നുണ്ട് എന്നാ. അത് ചിന്തിച്ച് നിനക്ക് നന്നായിക്കൂടെ മനുഷ്യ? ഇങ്ങനെ മഹാനവറുകൾ ആ അൽ മുദ്ഹിഷ് എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യന്റെ മനസ്സുകളെ ഉണർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ റമളാൻ നമുക്ക് അല്ലാഹു തആല കനിഞ്ഞേകിയ ഒരു സൗഭാഗ്യമാണ്. അടുത്ത റമളാൻ നമ്മൾ ഉണ്ടാവോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ ഹബീബില്ലാഹി സയ്യിദനാ മുഹമ്മദിൻ നബിയിൽ